നമസ്കാരം. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കരയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. 2150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് ഒരു കണ്ടംപററി ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യം തൊട്ടേ കാണുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കോ ആണെങ്കിൽ ഇതിനു മുമ്പ് ഈ വീടിനെ പറ്റിയും ഇതിന്റെ ഓരോ സെക്ഷനിൽ വന്ന വർക്കുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന്റെ എലിവേഷനെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ ഡിസൈനിന്റെ എങ്ങനെയാണ് ചെയ്തത്, ഏതൊക്കെ രീതിയിലുള്ള ഡിസൈൻ ആണെങ്കിൽ എന്ത് ചെലവായി എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ എലിവേഷൻ തൊട്ട് നോക്കിയാൽ ഇതൊരു ബോക്സ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു എലിവേഷനാണ്. ഇത് മൊത്തത്തിൽ 3 ബെഡ്റൂം വീടാണ്. അതിൽ താഴെ 2 ബെഡ്റൂമും മേളിൽ 1 ബെഡ്റൂമാണ്. അപ്പോൾ ആ 1 ബെഡ്റൂം നിൽക്കുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അപ്പം ബാക്കി ഭാഗം ഓപ്പൺ ടെറസായിട്ടാണ്, കൂടുതൽ ഏരിയയും ഓപ്പൺ ടെറസായിട്ടാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എലിവേഷന് 2 നിലയായിട്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ കൂടുതൽ അത് 2 നിലയെന്നുള്ളൊരു അപ്പിയറൻസ് കിട്ടാനായിട്ടാണ് ഇവിടെ ഒരു പർഗോള റൈറ്റ് സൈഡിലോട്ട് കൊടുത്തു. അതേപോലെ ഒരു ഫ്ലവർ ട്രഫ് കൊടുത്തു. ഒരു എക്സ്ട്രാ ഒരു ബീം ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ ഫ്ലവർ ട്രഫുമായിട്ട് കണക്ട് ചെയ്ത് ആ ബീം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുൻപിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 2 നിലയുടെ ഒരു ഫീൽ കിട്ടും. അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ആയിട്ട് ഇടുവാണെങ്കിൽ അതൊരു ഓപ്പൺ ടെറസായിട്ട് തോന്നിക്കും. അപ്പോൾ ഒരു വൃത്തികേടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എലിവേഷനിൽ കൊടുത്തിരിക്കുന്നത്. പലർക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ടെറസായിട്ട് വരുന്നിടത്ത് പലയിടത്തും നമുക്ക് സ്റ്റെയർ കേസ് വരുന്ന ഭാഗത്തായിരിക്കും നമുക്ക് അപ്പർ ലിവിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ബെഡ്റൂം ബാക്കിലാണെങ്കിൽ ഫ്രണ്ട് ഏരിയ കൂടുതലും ഓപ്പൺ ടെറസായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്നിടത്ത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ എലിവേഷൻ അത് ഭംഗികേടായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് ഇതേപോലെയുള്ള ബീമുകളോ ഫ്ലവർ ട്രഫുകളോ പെർഗോളാസോ ഒക്കെ കൊടുത്തിട്ട് ആ ഭാഗം ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എലിവേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ബ്ലാക്ക് കളർ ലെതർ ഫിനിഷ്ഡ് ഉള്ളൊരു ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ഫുൾ ബോഡി ടൈൽസ് ആണ്, 8x4 ടൈൽസ് ആണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു റസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു ടൈലാണ്. അപ്പോൾ ഗ്രാനൈറ്റ് അല്ല, പലരും ഇത് ഗ്രാനൈറ്റ് ആണെന്ന് തോന്നുന്നു, പക്ഷേ ആ ഒരു ഫിനിഷിൽ തന്നെയുള്ളൊരു മാറ്റ് ഫിനിഷ് ടൈലാണ്. പിന്നെ ഇതിലേക്ക് വന്നാൽ ഇതിൻ്റെ ഒരു വീടിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോർസും വിൻഡോസും എല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസുമാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റീലാണ്. നല്ലൊരു മാറ്റ് ഫിനിഷ് ഫീലിങ്ങിലുള്ള ഒരു നല്ലൊരു ഗ്രൂ കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു സ്റ്റീൽ ഡോറാണ് ഇതിൽ കൊടുത്തത്. 9 ഇഞ്ച് വിട്ടിലാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്ന രീതിയും ഇതിൻ്റെ ഡീറ്റെയിലിനെ പറ്റിയൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും സ്റ്റീൽ വിൻഡോ ആണ്, ഫുൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള വിൻഡോ ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടി നമ്മളിവിടെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് വാൾ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാച്ചുറൽ സ്റ്റോൺ ടൈലാണ്. അപ്പോൾ ഇത് ചെറിയ പീസായിട്ടുള്ളത് സ്പേസർ ഇല്ലാതെ അടുപ്പിച്ച് ഇത് ഒട്ടിച്ചിരിക്കുകയാണ്. ഇവിടെയും സ്റ്റീൽ വിൻഡോ ആണ്. ഇതിൻ്റെ ടോപ്പിലൊരു പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഗ്ലാസ് ഇടാനായിട്ടാണ്, ഗ്ലാസ് ഫിക്സ് ചെയ്തില്ല. ഇപ്പോൾ പെർഗോളാസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും ആ ഫ്രണ്ട് എലിവേഷന് ഭംഗി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ സിറ്റ് ഔട്ടിൻ്റെ സീലിങ് ഇവിടെ നമ്മൾ 2 സൈഡിൽ മാത്രമാണ് ബീം കൊടുത്തിട്ട് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സീലിംഗ് ആണ്. എന്നിട്ട് ഇതിൽ LED ലൈറ്റ് കൊടുത്തിട്ട് ഭംഗിയായിരിക്കണം. അപ്പോൾ കൂടുതൽ ഫ്രണ്ടിലോട്ട് ബീം ഇറങ്ങി വരാത്ത രീതിയിൽ പലയിടത്തും നമ്മൾ ഫ്രണ്ടിലും കൂടെ ബീം കൊടുത്താൽ ഇതൊരു ബോക്സ് പോലെ ആയിപ്പോൾ ഇതിൻ്റെ അകം നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ എലിവേഷൻ അത്ര ഭംഗി വരില്ല. അപ്പോൾ അത് കാരണമാണ് ഫ്രണ്ടിൽ ബീം കൊടുക്കാതെ 2 സൈഡിലും ബീം കൊടുത്തിട്ട് ഫ്ലാറ്റ് ആയിട്ട്. അതുപോലെ തന്നെയാണ് ഈ കാർ പോർച്ചും കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിലും 2 സൈഡിൽ മാത്രമാണ് ബീം കൊടുത്തിരിക്കുന്നത്. ബാക്കി ഭാഗം ഫ്ലാറ്റ് ആണ്, ഫ്രണ്ടിൽ ബീം കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് കൺസീൽഡ് ബീമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴേക്ക് ബീം കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവിടെ LED ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതും വെർട്ടിക്കൽ ജാളി കൊടുത്തിട്ടുണ്ട്, സ്റ്റീൽ കൊണ്ട് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആ എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ ഇത് ഒറ്റ ഹോളായിട്ടാണ് ഇതിൻ്റെ റൂം സെറ്റ് ചെയ്ത്, ലിവിംഗും ഡൈനിങ്ങും കൂടാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കൽ പെർഗോളാസ് കൊടുത്തിരിക്കുകയാണ്. ഇത് മെറൈൻ പ്ലൈവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം TV യൂണിറ്റ് വരുന്നിടം വരെ വോളാണ്. ഇത്ര നമ്മൾ ബ്രിക്ക് വോൾ ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ TV യൂണിറ്റ് പാനൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ബാക്കി ഭാഗമാണ് ഈ വെർട്ടിക്കൽ പെർഗോളാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലിവിംഗ് റൂം ഇവിടെ ഒരു L ഷേപ്പിൽ സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലിവിംഗ് റൂമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബേ വിൻഡോ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ പലരും ബേ വിൻഡോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പേസ് പോകാത്ത രീതിയിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏരിയ വരുമ്പോൾ ഇതിന് ഔട്ടർ വോളും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇത് ബോക്സ് പോലെ കെട്ടിയെടുത്തിട്ട് അതിനകം ഫില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തോട്ടും കൂടെ വോള് വരുന്നുണ്ട്, പുറം സൈഡിലാണ് ഈ വോള് വരുന്നത്. എന്നിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് ബോക്സ് ആക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ഷെയ്ഡ് പോലെ സ്ലാബ് അടിച്ചിട്ട് ഇതിൻ്റെ ടോപ്പും നമ്മൾ ബ്രിക്ക് ചെയ്ത് ബോക്സ് പോലെ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അകം നമ്മുടെ മെറൈൻ പ്ലൈവുഡ് തന്നെ പാനൽ ചെയ്ത്
ലാമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സീറ്റിങ്ങും കൊടുത്തിരിക്കുകയാണ്. ലിവിംഗിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വന്നാൽ ഇവിടെ ഒരു 6 സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മാർബിൾ ടോപ്പായിട്ട്. വുഡൻ ഫിനിഷിലുള്ള ചെയറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് റൂമിൻ്റെ ഏറ്റവും വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഈ ഡൈനിങ് വാഷ് ബേസൺ ആണ്. കൗണ്ടർ ടോപ്പായിട്ട് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടൈൽസ് ആണ്, ഒരു 12mm ടൈൽസ് ആണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വോൾ ടൈല് 4x2 വോൾ ടൈലാണ് ചെയ്തിരിക്കുന്നത്. സ്പേസർ ഇല്ലാതെ അടുപ്പിച്ച് ടൈലിങ് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി. നമ്മുടെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഡ്രോയിങ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കിൽ ടോയ്ലറ്റ് ആണ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ബാക്കി ഏരിയ ആണ് നമ്മൾ കൗണ്ടർ വാഷ് ബേസിനായിട്ട് സ്പേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പായിട്ട് ഇത്ര ഏരിയ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൗണ്ടർ ടോപ്പും വാഷ് ബേസിനും ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ചെറിയ ഏരിയകളിലൊക്കെ അങ്ങനെയുള്ളത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ മേളിൽ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് മേളിൽ നിന്ന് ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഈ ഡൈനിങ് വാഷിൻ്റെ സൈഡിൽ കൂടാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ഇത് ചെറിയൊരു ടോയ്ലറ്റ് ആണ്. ഇപ്പം കോമൺ ആയിട്ട് കൊടുത്തു. ഇതിനകത്ത് ഷവറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ടൈപ്പ്. ഇവിടെ ഒരു ക്ലോസറ്റ്, വോൾ ഹാങ് ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും കൊടുത്തിട്ടുണ്ട്. ഇതും 4x2 ടൈൽസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സ്പേസർ ഇട്ടാണ്, അപ്പോക്സി സ്പേസർ ഇട്ടാണ് ഇവിടെ എല്ലാം ടൈലിംഗ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിന്റെ വോളും ഫ്ലോറും അപ്പോക്സി പോയിന്റിങ് ചെയ്ത് ആണ് ടൈല് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മളൊരു സ്റ്റെയർ കേസിന്റെ അടിഭാഗം പലയിടത്തും സ്പേസ് അധികം യൂസ് ചെയ്യാത്ത രീതിയിലൊക്കെ കിടക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഡിപ്പാക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു 15 സെന്റിമീറ്റർ ഡിപ്പായിട്ട് ഒരു സെപ്പറേറ്റ് ടൈലിംഗ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യാൻ, ഇതൊരു പ്ലാന്റർ ബോക്സും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വോൾ ക്ലാഡിങ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇതും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഈ സ്റ്റോൺ ഇതിൽ ലേ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സ്റ്റെയർ കേസിന്റെ ടൈലിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ വിട്രിഫൈഡ് ടൈല് തന്നെയാണ്. ഇതൊരു വുഡൻ ഫിനിഷിലുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പലരും ചോദിച്ചത് വുഡാണോ എന്നുള്ളത്. തടി പാനൽ ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഇത് ടൈലാണ്. ടൈൽ ഇതിൻ്റെ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് ഈ ടൈല് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജ് ചാഫറിങ് ചെയ്തിട്ട് ഇത് മടക്കി ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഈ വുഡിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ടൈലിലും. അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ് വരും, ഇതിൻ്റെ ലേബർ കോസ്റ്റും അതേപോലെ ഇത് ടൈലിൻ്റെ കുറച്ച് വേസ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത് സിമെൻറ്റിൽ ഇതിൻ്റെ ടോപ്പ് ലേ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഗമ്മും പേസ്റ്റും കൂടെ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു വൃത്തികേട് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് പൊട്ടിപ്പോകാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ടൈലിങ് ഫുള്ള് ഇതിൻ്റെ സൈഡും എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് GI പൈപ്പാണ്. GI പൈപ്പ് 1.5 സ്ക്വയർ പൈപ്പാണ് ഇതിൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് 3/4 സ്ക്വയർ ട്യൂബാണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ വുഡൻ ഫിനിഷിൽ പെയിൻറ് ചെയ്തെടുത്തിരിക്കുകയാണ്. അല്ലാതെ വുഡല്ല, ഇത് സ്റ്റീലിൽ തന്നെ പെയിൻറ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ടോപ്പ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ പ്രധാന ഭാഗമാണ് കിച്ചൺ. ഇത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പും ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിന്റെ എല്ലാം ബോക്സ് വർക്ക് എല്ലാം WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കിച്ചണിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് സ്കൈവുഡ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമാണ്. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് അവർ ചെയ്തത് ഈ വീടിന്റെ ഇന്റീരിയർ വർക്കെല്ലാം. അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോവൈറ്റ് ഗ്രാനൈറ്റ് ആണ്. നാനോവൈറ്റ് ഗ്രാനൈറ്റ് ചെയ്തിട്ട് ഇതിന്റെ കൗണ്ടർ ബോക്സ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് WPCയും ഇതിന്റെ ഡോറെല്ലാം ബറൈൻ പ്ലൈവുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ലാമിനേറ്റ് ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്രേ കളറിലാണ് ഇതിന്റെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫിറ്റിങ്സുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓവനിന് വേണ്ട സ്പേസ്, അതുപോലെ ഫ്രിഡ്ജിന് വേണ്ട സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതേപോലെ സീലിംഗ്, ജിപ്സം സീലിംഗ് ഇതിന്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് കിച്ചണകത്ത്. പിന്നെ ഇതുപോലെ സിങ്ക്, ഇതിന്റെ വോൾ വരുന്ന ഒരു ജാഗ്വാറിന്റെ ടാപ്പാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നതാണ്. കിച്ചണിനോട് ചേർന്നാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലും ഒരു സിങ്കും ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വോളിൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. അപ്പോൾ ഈ ഡോറ് നമ്മൾ സ്റ്റീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിന്റെ ഡോറ് തന്നെയാണ് ഇതിലും. ഈ വിൻഡോയും എല്ലാം സ്റ്റീൽ തന്നെയാണ്. എല്ലാ ഡോർസും വിൻഡോസും സ്റ്റീൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നാൽ ഇവിടെ അത്യാവശ്യം സൈസിലുള്ള ഒരു 12 അടി 12 അടി സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന്റെ ഫുള്ളായിട്ട് ഇതിന്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വരെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്.
ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മെറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വുഡൻ ഫിനിഷും അതുപോലെ വൈറ്റ് കളർ തീമിലുമാണ് ഇതിൻ്റെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ മെറൈൻ പ്ലൈവുഡിൽ. ഇപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ കബോർഡ് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്, ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റിന് പറ്റിയ ഫിറ്റിംഗ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഈ ബെഡ് ഒരു ക്യൂൻ സൈസിലുള്ള ഒരു ബെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൈഡിൽ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡിന്റെ സൈഡിൽ ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബെഡ് സ്വിച്ച്, സൈഡ് ടേബിൾ, ഇതിന്റെ ടോപ്പിൽ ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ പെയിന്റ് ഫിനിഷ് ആണ്, ടെക്സ്ചർ വർക്കാണ്. ഇതിന്റെ ഒരു സിമെന്റ് ഫിനിഷ് ടെക്സ്ചർ വർക്കാണ് ഈ ബെഡിന്റെ ഹെഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സീലിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട്, ജിപ്സം സീലിംഗ് കൊടുത്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഈ റൂം ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ കർട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇതിന്റെ കർട്ടൻ കൊടുത്തിരിക്കുന്നത്. പലരും വിൻഡോയുടെ ടോപ്പിൽ നിന്നാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ സീലിംഗിൽ നിന്ന് തന്നെ, മേളിൽ നിന്ന് തന്നെ ഇതിന്റെ കർട്ടൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതും സ്റ്റീൽ വിൻഡോ ആണ്. സ്റ്റീൽ വിൻഡോ പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിന്റെ വിൻഡോസ്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പൊ ഈ ടോയ്ലറ്റിന്റെ ഡോർ കൊടുത്തിരിക്കുന്നത് FRP ഡോറാണ്, ഫൈബർ ഡോറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ അവിടെ കണ്ട പോലെ 4x2 സൈസിലുള്ള ടൈലാണ്. പക്ഷെ ഇവിടെ ഒരു സെപ്പറേറ്റ് 2 ടൈൽസ് കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു വുഡൻ ഫിനിഷിലുള്ള ടൈലും അതേപോലെ ഒരു ഗ്രേ ഫിനിഷിലുള്ള ടൈലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ നമ്മൾ കോമൺ ടോയ്ലറ്റിൽ പറഞ്ഞ പോലെ തന്നെ ടൈലാണ്, 12mm സൈസിലുള്ള ടൈൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലഷ് ടാങ്ക് കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ടാങ്ക് ആണ്. ഇത് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ കൺസീൽഡ് ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഈ വാൾ ഹാങ് ക്ലോസറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫ്ലഷ് ടാങ്കിന്റെ പ്ലേറ്റ് ആണ്, ഫ്ലഷ് ചെയ്യാനായിട്ടുള്ള പ്ലേറ്റ് ആണിത്. അപ്പൊ ഇതിന്റെ മേളിൽ നമ്മളൊരു ഈ കൗണ്ടറിന്റെ ടൈല് തന്നെ ഇതിന്റെ ടോപ്പിൽ ഒരു ലെഡ്ജ് വാളായിട്ട് ഇതിന്റെ ടോപ്പിൽ കോപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്പേസർ എല്ലാം ഇട്ടാണ് ഇതിന്റെ ടൈൽ ഒട്ടിച്ചിരിക്കുന്നത്. 4mm സ്പേസർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷവർ ക്യൂബിക്കിൾ വരുന്നുണ്ട്, ഷവർ പാർട്ടീഷൻ ഗ്ലാസ് വരുന്നതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫിറ്റിംഗ്സുകളെല്ലാം ജാഗ്വാറിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. വോൾ മിക്സർ അല്ല, ഇത് ഡൈവേർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ, സ്പൗട്ട്, ഇതിന്റെ ടെലിഫോൺ ഷവർ, ഇതിന്റെ ഹെഡ് ഷവർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രീമിയം ലുക്കിലുള്ള അല്ല പ്രീമിയം ലെവലിലുള്ള ഫിറ്റിംഗ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരുന്നതാണ്, ഷവർ, ഡൈവേർട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ആ ഒരു രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂമിലെ ഫിറ്റിംഗ്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെ ക്ലോസറ്റ് ആണ്. അതുപോലെ ഫ്ലഷ് ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഗ്രോഹയുടെ ആണ്. ഹെൽത്ത് ക്ലോസറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ബെഡ്റൂമിന്റെ ഡോർ കൊടുത്തിരിക്കുന്നതും FRPയുടെ ഡോർ തന്നെയാണ്. ഇത് വുഡ് പോലെ തന്നെ വുഡിന്റെ ഫിനിഷ് തന്നെയാണ്. ഇതിപ്പോ ഒരു 3.5 ഇഞ്ച് കനത്തിലുള്ള ഫ്രെയിമും അതേപോലെ ഡോറ് നമ്മൾ നോർമൽ തിക്നെസ്സിലുള്ള തന്നെയുള്ള ഡോറാണ്, FRPയുടെ ഡോറാണ്. പലരും ഈ വുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ചും കൂടെ കോസ്റ്റ് കൂടിയ മെറ്റീരിയൽ ഉപയോഗിക്കുകയാണ്. ഇതിപ്പം അത്യാവശ്യം കോസ്റ്റ്, വലിയ വുഡിന്റെ അത്രയും കോസ്റ്റ് ഒന്നും വരില്ല. ഫ്രെയിം ഉൾപ്പെടെ നമ്മൾ ടൈലിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സേഫ്റ്റിയുടെ കാര്യത്തിനൊന്നും പ്രശ്നമില്ലാത്ത ഡോറാണ്, നല്ല ഡോറുകളാണ്. ഇതേപോലെയുള്ള ഡോറുകൾ ബെഡ്റൂമുകളിലും ടോയ്ലറ്റിലും കൊടുക്കാം. നമ്മൾ എക്സ്റ്റേണലായിട്ട് വരുന്ന ഡോറുകളാണ് സ്റ്റീലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കും. ഇങ്ങനെ ബെഡ്റൂംസിനൊക്കെ ഇങ്ങനെയുള്ള ഡോറുകൾ കൊടുത്താലും നല്ല ലുക്കും നല്ലൊരു വുഡൻ ഫിനിഷും ഒക്കെ കിട്ടുന്ന ടൈപ്പുള്ള ഡോറുകളാണ്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ്, 12x12 സൈസിലുള്ള ഒരു റൂമാണ്. ഇതിന്റെ ടൈൽസ് ഇട്ടിരിക്കുന്നത് ആ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ്. ലിവിംഗിലും ഡൈനിങ്ങിലും ബെഡ്റൂമിലും എല്ലാം സെയിം ടൈൽ തന്നെയാണ്, 4x2 വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഇതിൽ സ്പേസറോ കാര്യങ്ങളോ ഇല്ല, അല്ലാതെ തന്നെ ഇട്ടിരിക്കുന്ന ടൈലാണ്. ഒരു ബ്രൗണിഷ് കളറിലുള്ള വൈറ്റ് ഐവറിയും കൂടെ ചേർന്നുള്ള ഒരു ടൈലാണ് വിട്രിഫൈഡ് ടൈൽ ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡ് ടോപ്പ് വരെ ലോഫ്റ്റ് ടോപ്പിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മെറൈൻ പ്ലൈയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കളർ വ്യത്യാസമുണ്ട്. ഇതൊരു പിങ്ക് കളറിലുള്ള ഒരു ബ്ലൂബെറി കളറിലുള്ള ഒരു പിങ്ക് ഏകദേശം കളറിലുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാക്കി വുഡൻ ഷെയ്ഡുമാണ് ഈ ഡ്രസ്സിംഗ് ടേബിളിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ തന്നെ. ഇവിടെ ഒരു 3 പാളി വിൻഡോ, ഇത് നമ്മൾ എലിവേഷനിൽ കാണുന്നതാണ്, ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വിൻഡോ ആണ്, ഫ്രഞ്ച് വിൻഡോ ആണ്, 3 പാളി ഫ്രഞ്ച് വിൻഡോ ആണ്. ഇവിടെയും കർട്ടൻ ടോപ്പിൽ നിന്ന് തന്നെയാണ്, സീലിംഗ് ലെവലിൽ നിന്നാണ് ഇതിൻ്റെ കർട്ടൻ കൊടുത്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബെഡിന്റെ ഹെഡ് വരുന്ന ഭാഗത്ത് സിമെന്റ് ടെക്സ്ചർ കൊടുത്തു. ഇവിടെയാണ് കൂടുതൽ ഏരിയയിൽ സിമെന്റ് ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത്. അത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു സിമെന്റ് ഫിനിഷിലുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇത് ഫുള്ള് ഈ വോളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു WPCയുടെ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിളും കാര്യങ്ങളും എല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഹെഡ് വരുന്ന ഭാഗത്ത്.
ബെഡ് സ്വിച്ച് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 വേ ലൈറ്റ് വരും, ഒരു ഫാൻ ലൈറ്റ്, ഒരു സോക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഗുലേറ്ററും എല്ലാം ഈ ബെഡ് സ്വിച്ച് വരുന്ന ബെഡ് വരുന്ന ഹെഡ് വരുന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിനും ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും അവിടെ കണ്ട പോലെ തന്നെ FRPയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണ്, റൗണ്ട് ടൈപ്പ് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന്. ഈ സെയിം മറ്റ് ബെഡ്റൂമിലെ ടോയ്ലറ്റിൽ കൊടുത്തിരിക്കുന്നതിന് സെയിം ഫിറ്റിംഗ്സ് ആണ്. ഇവിടുത്തെ ടൈല് വേറൊരു ടൈലാണ്, ഒരു ഗ്രേ ആഷ് കളറിലുള്ള ഒരു ടൈലാണ്, 4x2 സൈസ് ആണ്. ഇതും സ്പേസർ ഇട്ടാണ് ഇതിന്റെ ഫില്ലിങ് ചെയ്തിരിക്കുന്നത്. സ്പേസർ ഇട്ട് ഫില്ല് ചെയ്ത് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്, വോൾ ഹാങ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് തന്നെയാണ്, വോൾ ഫുള്ളായിട്ട് തന്നെയാണ് ടൈലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി ലിവിംഗ് മേളിലെ അപ്പർ ലിവിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഹാൻഡ് റെയിൽ കഴിഞ്ഞ് ഇവിടെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റീൽ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. റെയിൽസ് ആണ് ഇത്. GI പൈപ്പിൽ തന്നെ സ്ക്വയർ പൈപ്പാണ്, 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റും ഫോൾ സീലിംഗും എല്ലാം കൊടുത്തിട്ട് ഇവിടെ ഈ ഡബിൾ ഹൈറ്റ് ഏരിയ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതും സ്റ്റീൽ തന്നെയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ബാർ കൗണ്ടറാണ്. ഇപ്പോൾ അവരുടെ ഒരു ആവശ്യപ്രകാരം ഇത് കൊടുത്തിരിക്കുകയാണ്, ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെറൈൻ പ്ലൈ ആണ്. മെറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഷോയ്ക്ക് ഇതിന്റെ ബോട്ടത്തിൽ ഇവിടെ ഒരു കൗണ്ടർ ഡ്രോയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പ് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ര ഏരിയയാണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നമ്മൾ വെർട്ടിക്കൽ റെയിൽ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ടോപ്പ് മെറൈൻ പ്ലൈ തന്നെ പാനൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ സൈഡിൽ വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത്ര ഏരിയ ഭംഗിയാക്കി എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് അപ്പർ ലിവിംഗിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതും താഴത്തെ സെയിം സൈസിൽ തന്നെ ഒരു ബെഡ്റൂമാണ്, ഒരു 12 സൈസിലുള്ള ബെഡ്റൂമാണ്. ഇതിന്റെ ഫ്ലോർ ടൈലും സെയിം, താഴത്തെ സെയിം, ലിവിംഗിലും ബെഡ്റൂമിലും എല്ലാം ഇട്ടിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ്. 4x2 സൈസിലുള്ള ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കളർ തീം കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു ഗ്രേ കളറിലാണ് ഇതിന്റെ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്. മെറൈൻ പ്ലൈ തന്നെയാണ്, മെറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ഭാഗം വുഡൻ ഫിനിഷ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കർട്ടൻ താഴത്തെ പോലെ തന്നെ മേളിൽ നിന്ന്, താഴത്തെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും മേളിൽ നിന്ന് തന്നെയാണ്, മുകളിൽ നിന്നാണ് ഇതിന്റെ കർട്ടൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോ ആണ്, സ്റ്റീലിന്റെ തന്നെ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. കർട്ടൻ ഒരു ബ്ലൂ കളറുള്ള കർട്ടനാണ്. ഇവിടെയും ഈ ഇതിന്റെ ഹെഡ് വരുന്ന ഭാഗത്ത് ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഹെഡ് കുഷ്യനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സൈഡ് ടേബിളും സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബെഡ്റൂമും സെപ്പറേറ്റ് തീമിലാണ്, ഓരോ കളർ തീമിലാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോടും ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ വെട്ടം കിട്ടാനായിട്ട് ഉള്ളൊരു ഫുഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ടോയ്ലറ്റിന്റെയും ഡോറ് FRPയുടെ ഡോറാണ്, സെയിം തീമിൽ തന്നെയുള്ള ഒരേ പാറ്റേണിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ താഴത്തെ ഏകദേശം സെയിം ആയിട്ട് തന്നെയുള്ള ഒരു ടൈലാണ് ഇതിന്റെ വോൾ ടൈൽ കൊടുത്തിരിക്കുന്നത്. ആ സെയിം ടൈലുള്ള കൗണ്ടർ ടോപ്പ്, വാഷ് ബേസിന്, വോൾ ഹാങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗിൽ നിന്ന് നേരെ നമ്മളിവിടെ ഒരു ടെറസാണ്. ഇപ്പോൾ ടെറസിന്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പ് നമ്മൾ ഗ്ലാസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫ്രെയിം ചെയ്തിട്ട് സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് ഗ്ലാസ് ഇടാനായിട്ടാണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ ഏരിയ, ഒരു പാർട്ടി ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്ര ഏരിയ ടൈൽ ചെയ്തിട്ട്. അപ്പോൾ ഇതിന്റെ സൈഡിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ താഴേക്ക് വരുന്ന ഭാഗം നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടും കാർ പോർച്ചും വരുന്ന ഭാഗമാണ്. അത് അല്പം താഴ്ത്തിയാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എലിവേഷന്റെ ഭംഗിക്ക് വേണ്ടി ആ ഒരു ബോക്സ് ടൈപ്പ് എലിവേഷൻ കിട്ടാനായിട്ട് ഇത്ര ഭാഗം താഴ്ത്തിയാണ് വാർത്തിരിക്കുന്നത്. ഇവിടെ ബീമുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോർ വരുന്ന ഭാഗത്ത് ഇത്രയും ഭാഗം ടെറസ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗം ഒരു ഓപ്പൺ ആയിട്ട് വെറുതെ കിടക്കുന്ന ഭാഗം ആയതുകൊണ്ട് നമുക്ക് ആ 2 നിലയുടെ ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എലിവേഷന്റെ ഭംഗിക്ക് വേണ്ടിയാണ് ഈ ബീം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഫ്ലവർ ടഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെടികളൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് ഈ ഒരു വർക്കുകൾ, ഇതിന്റെ പുറത്ത് ഗ്രൂ കട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് ഇതിനകത്ത് ചെടിയോ കാര്യങ്ങളൊക്കെ വെക്കുവാണ്. അതിന്റെ വെള്ളം ഡ്രെയിൻ ഔട്ട് പോകാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് ചെടി വെക്കുന്നില്ല, അല്ലാതെ ചട്ടിക്കുള്ളിൽ തന്നെയാണ് വെക്കുന്നത്. എങ്കിലും ഇതിനകത്ത് വരുന്ന വെള്ളം പോകാനായിട്ടാണ് ഇവിടെ ഒരു ഡ്രെയിൻ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്പൺ ഏരിയ, ഈ ടെറസ് ഇത്ര ഏരിയ ഇവിടെ ഉണ്ട്. നമുക്ക് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമും ലിവിങ്ങിന്റെ ഒരു ഭാഗമാണ് ഇത്രയും ഭാഗം. ഇത്രയും ഭാഗം നമ്മൾ ടെറസായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടൈല് ഈ ഒരു ഭാഗത്ത്, ഈ ഗ്ലാസ് റൂഫ് ടോപ്പ് വരുന്ന ഭാഗത്ത് മാത്രമാണ് ഈ ടൈല് ചെയ്തിരിക്കുന്നത്. ഇതും വിട്രിഫൈഡ് ടൈല് തന്നെയാണ്, മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലാണ്, ഗ്രേ കളറിൽ. ഇവിടെ സ്പേസർ ഒന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നോർമൽ പോയിന്റിങ് ചെയ്തിരിക്കുകയാണ്. 4x2 സൈസിലുള്ള ടൈൽസ് ആണ്. അപ്പോൾ ഇവിടെ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറും
സ്റ്റീൽ ഡോർ തന്നെയാണ്. താഴത്തെ ഏകദേശം സെയിം ആയിട്ട് തന്നെയുള്ള സ്റ്റീൽ ഡോറാണ് ഈ ടെറസിലേക്ക് ഇറങ്ങാനായിട്ട് കൊടുത്തിരിക്കുന്നത്. 9 ഇഞ്ച് വിട്ടിലുള്ള സ്റ്റീൽ ഡോറാണ്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതും സ്റ്റീലിൻ്റെ തന്നെയാണ്. സ്ക്വയർ പൈപ്പാണ് ഇതിൻ്റെ റെയിൽ വന്നിരിക്കുന്നത്. സ്ക്വയർ പൈപ്പിൽ ഫുൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യം പറഞ്ഞു, ഇത് ഏകദേശം ഒരു 2200 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. ഇപ്പോൾ 2200 സ്ക്വയർ ഫീറ്റ് താഴെ 2 ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചണ്, വർക്ക് ഏരിയ, 3 ടോയ്ലറ്റ്, പിന്നെ മുകളിൽ വരുമ്പോൾ ഒരു ടോയ്ലറ്റ്, ഒരു ബെഡ്റൂം, ലിവിങ്, സ്റ്റെയർ റൂം, ഇത്രയും കാര്യങ്ങളാണ് ഈ 2200 സ്ക്വയർ ഫീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിത് മൊത്തം ഒരു പ്രീമിയം രീതിയിൽ ചെയ്തൊരു വീടാണ്. ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 2300 രൂപ എന്ന് പറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. പിന്നെ നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് ഈ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സോ അല്ലെങ്കിൽ ഈ വിലയുള്ള ടൈൽസോ ഒക്കെ ഇല്ലാതെ കുറച്ച് രീതിയിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഏകദേശം ഈ ഒരു റേറ്റിൽ വന്നത്. ഇതിപ്പോൾ നമ്മൾ 1 വർഷം മുമ്പ് തുടങ്ങിയ ഒരു വീടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. ഇപ്പോൾ ഈ 2 ദിവസം ആയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ റേറ്റ്, അതും ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽസ് മാറുന്നതനുസരിച്ച് നമ്മുടെ സ്പെസിഫിക്കേഷൻ മാറുന്നതനുസരിച്ചൊക്കെ നമുക്ക് റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഏരിയ നമ്മൾ പറയുമ്പോൾ ഈ റൂം വരുന്ന ഭാഗം മാത്രമേ സ്ക്വയർ ഫീറ്റിനകത്ത് വരുള്ളൂ. പക്ഷേങ്കിൽ ഇതുപോലെയുള്ള ബീമിൻ്റെ വർക്കുകൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി, ഇത്രയും ഏരിയ നമ്മുടെ സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്നതല്ല. പക്ഷേങ്കിലും ഈ ഒരു ബീം ചെയ്യുന്നു, ഈ ഫ്ലവർ ട്രഫ് ചെയ്യുന്നു, ഈ ഗ്രില്ല് ചെയ്യുന്നു, ഈ പാരപ്പറ്റ്, അങ്ങനെയുള്ള ഈ ഡിസൈൻ വർക്കുകൾ മുകളിൽ നമ്മൾ ഈ പാരപ്പറ്റ് കണ്ടാൽ അറിയാം. ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ വോള് ആദ്യം റൂഫ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് പാരപ്പറ്റ് കെട്ടി, പാരപ്പറ്റിൽ നിന്ന് 2 അടി പ്രൊജക്ഷനാണ് പുറത്തേക്ക് തള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 അടി പുറത്തേക്ക് തള്ളുമ്പോൾ അതനുസരിച്ച് അകത്തേക്കും അതിനുള്ള പ്രൊജക്ഷൻ കൊടുക്കണം. ഈ ക്യാൻഡിലിവറായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വെയിറ്റ്, കൗണ്ടർ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അകത്തേക്കും പാരപ്പറ്റിൻ്റെ അകത്തേക്ക് സ്ലാബ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്താണ്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്ന വർക്കുകളാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ കൂട്ടുമ്പം ഈ ഭിത്തി വരുന്ന ഭാഗം മാത്രമാണ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നത്. ഈ പുറത്ത് വരുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ടൈലിട്ടു, അല്ലെങ്കിൽ ഈ ഹാൻഡ് റെയിൽ ചെയ്തു, ഈ ബീമുകൾ ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സ്ക്വയർ ഫീറ്റിൽ റേറ്റ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു വീട് വരുന്ന ഭാഗം അതിനകത്ത് മിനിമൽ രീതിയിലുള്ള ഡിസൈൻ വർക്കുകളോ അല്ലെങ്കിൽ പാരപ്പറ്റിലുള്ള ഇതേപോലെയുള്ള വർക്കുകളോ ഒന്നും കാണില്ല. അപ്പോൾ ഇതേപോലെയുള്ള വലിയ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ, ഇപ്പോൾ കൊളോണിയൽ സ്റ്റൈലിലുള്ള വീടുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് റൂഫുകൾ വരും, അതിൽ ഒരുപാട് വലിയ വിൻഡോസും വലിയ ഡോർസും ഒക്കെ വരും. അപ്പോൾ വിൻഡോയുടെയും ഡോറിൻ്റെയൊക്കെ സൈസ് കൂടുമ്പോൾ അതനുസരിച്ച് നമുക്ക് കോസ്റ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. വുഡിലോ അല്ലെങ്കിൽ WPCയിലോ ഒക്കെ വരുമ്പം കുറച്ചും കൂടെ കോസ്റ്റിൽ വ്യത്യാസം വരും. അതൊക്കെ ഒരു മെറ്റീരിയൽ സെലക്ഷൻ. ഇപ്പോൾ 9 ഇഞ്ച് വീതിയിലുള്ള ഒരു വിൻഡോ അല്ലെങ്കിൽ ഡോറ് ചെയ്യുന്ന കോസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു 4.5 ഇഞ്ച്, ഇതിപ്പോൾ ഒരു 4.5 ഇഞ്ച് സൈസിലുള്ള ഫ്രെയിമാണ്. അപ്പം ഡോറ് തന്നെ നമുക്ക് 4.5 ഇഞ്ചിൽ ചെയ്യാം, 9 ഇഞ്ചിൽ ചെയ്യാം. അപ്പോൾ ഏത് സൈസിൽ വരുന്നു, ഏത് മെറ്റീരിയൽ വരുന്നു എന്നൊക്കെ അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ലുക്കിൽ ഇതേപോലെയൊക്കെയുള്ളൊരു വീടുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് 2300, 2400 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും. ഇനി അതല്ല, നമുക്കൊരു ഐറ്റം വൈസ് ആയിട്ട് ചെയ്യാം. ഇപ്പം ബ്രിക്ക് വർക്കിന് കോസ്റ്റ് ഇത്ര രൂപ, ക്യൂബിക് അടിക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, അല്ലെങ്കിൽ സ്റ്റീൽ വർക്ക് കമ്പി കെട്ടുന്നതിന് ഇത്ര രൂപ, കോൺക്രീറ്റിന് M3 ഇത്ര രൂപ, അല്ലെങ്കിൽ ക്യൂബിക് അടിക്ക് ഇത്ര രൂപ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോഴും ഇതിനെക്കാട്ടി കോസ്റ്റ് നമുക്ക് കൂടുതലായിട്ട്, അതൊരു സ്പെഷ്യലായിട്ട് ഒരു സ്ട്രക്ചറൽ ഡിസൈനൊക്കെ ചെയ്ത് അതിനെ കോളം ഫൂട്ടിങ് അല്ലെങ്കിൽ ബീമൊക്കെ എക്സ്ട്രാ കൊടുത്ത് എലിവേഷനിൽ ഒരുപാട് വർക്കുകളൊക്കെ വരുന്നിടത്തൊക്കെ നമുക്ക് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിലും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഈ പീസ് റേറ്റ് ആയിട്ട് ചെയ്യണം. ഓരോ ഡിസൈന്, ഒരു വിൻഡോ വെക്കുന്നതിന് ഇത്ര രൂപ, അല്ലെങ്കിൽ ആ വിൻഡോയുടെ സൈസ് അനുസരിച്ച് ആ വിൻഡോയുടെ റേറ്റിൽ വ്യത്യാസം വരും. അങ്ങനെയൊക്കെ നമുക്ക് റേറ്റുകൾ മാറും. അപ്പോൾ ഇവിടെ ചെയ്ത ഒരു റേറ്റും അതിൻ്റെ ഒരു കോസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ 2200 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 2300 രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നത്. ഇപ്പോൾ നമ്മളൊരു 1 വർഷത്തിന് മുകളിലായി പല കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ വന്നു വർക്കിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈമായി. നമ്മൾ നോർമലി ഒരു 10 മാസമാണ് എഗ്രിമെൻറ്റിൻ്റെ ടൈം വെക്കുന്നത്. ഒരു 10 മാസത്തിന് 2000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 10 മാസം കൊണ്ട് തീർക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടി ഏരിയ കൂടുന്ന വീടുകളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈം, ഇനി ഇൻറ്റീരിയറിൻ്റെ വർക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചും കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നോർമലി ഈ ഒരു ടൈം കൊണ്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കണ്ടു നോക്കുക. നമ്മുടെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.